നമ്മളെല്ലാവരും നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ എന്നൊന്ന് പരിശോധിക്കണം. നിസ്കരിക്കാത്ത ഒരാളെ പോലെ തന്നെയാണ് സക്കാത്ത് കൊടുക്കാത്ത ഒരാളും. അവർ സക്കാത്ത് കൊടുക്കും, നിസ്കരിക്കും ചെയ്യണമെങ്കിൽ അവർ മുസ്ലിം സൊസൈറ്റിയിലെ അംഗമാണ്. ഇസ്ലാമിലെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യമില്ലാത്തവർക്കില്ല. അവനെ മുസ്ലിം പൊതു ശ്മശാനത്തിൽ മറവ് ചെയ്യേണ്ട, അവൻ മുസ്ലിങ്ങളുടേതായ ഒരു കർമ്മം നിർവഹിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അത് വേണമെങ്കിൽ രണ്ട് കാര്യമാണ്. ഇപ്പോൾ സക്കാത്ത് കൊടുക്കാനുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ട വിഹിതം അതിന്ന് മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ സ്വത്തും ഹറാമാണ്. ആ സക്കാത്തിൻ്റെ വിഹിതം അതിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ സ്വത്ത് സമ്പൂർണ്ണമായും ഹറാമായ സമ്പത്തായി മാറും. നമ്മൾ ഭക്ഷിക്കണോ ഉപയോഗിക്കണോ ഒക്കെ. അതുകൊണ്ട് അത് ഇന്ന് മാറ്റിയൊക്കെ വളരെ ചെറിയ തുകയുള്ളൂ. സക്കാത്ത് പറഞ്ഞാൽ അത്രയും ചെറിയ തുകയുള്ളൂ. 2.5% എന്ന് പറഞ്ഞാൽ എത്ര ചെയ്താൽ 100 രൂപയ്ക്ക് 2.5 രൂപ ആണ്. ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ 25 രൂപയാണ്. ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ എത്രയാണ് വരുന്നത് സുഹൃത്തുക്കൾ? വളരെ കുറഞ്ഞൊരു 250 റുപ്യ വരുന്നുള്ളൂ. 1,00,000 ഉണ്ടെങ്കിൽ ഒരു 2,500 റുപ്യ അത്ര വരും. അത് എങ്ങനെ കണക്കൂട്ടെന്ന് അറിയുന്നത്? നമ്മളുടെ ഒക്കെ വരുന്ന വരുമാനം, അത് ദിവസ വരുമാനം, മാസമായിരുന്നത് ഏതായിരുന്നാലും ഒരു വർഷത്തേക്കുള്ള നമ്മുടെ അടിസ്ഥാന ചെലവുകൾ, വീടിന് വാടക ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണ ചെലവുകൾ, മരുന്ന്, ഇങ്ങനത്തെ അടിസ്ഥാന ചെലവുകൾ നമ്മൾ കഴിച്ചിട്ട് ഒരു വർഷത്തിൽ 590 ഗ്രാം വെള്ളി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 40,000 രൂപ, ഒരു 40,000 രൂപയുടെ അത്ര നമ്മൾ എന്ത് ചെയ്യണം, കാശുണ്ടെങ്കിൽ, അതായത് ഒരു വർഷത്തിൽ ഒരു 40,000 രൂപ സമ്പാദിക്കാൻ പറ്റുന്ന, ബാക്കി വെക്കാൻ പറ്റുന്ന, ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി വെക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കൊടുക്കണം. സ്വർണ്ണം ഉണ്ടെങ്കിൽ ഒരു 10 പവന് മുകളിൽ വരുമ്പോൾ ആ 10 പവനടക്കം അതിൻ്റെ 2.5% സ്വർണ്ണമോ അതിൻ്റെ മൊത്തം കാശിൻ്റെ 2.5% കാശോ നമ്മൾ നടക്കണം. കൃഷിയാണെങ്കിൽ അത് ആത്തു ഹക്കഹു യൗമ ഹസാദിഹി, അത് വിളവെടുക്കുന്ന സമയത്ത് ഒരു 6 കിൻഡൽ, നമ്മുടെ നാട്ടിൽ 600 കിലോ, 600 കിലോ അരിക്ക് വരുന്ന വില എത്രയാണോ അത്ര ഒരു പ്രാവശ്യം തേങ്ങ ഇടുമ്പോൾ കിട്ടിയാൽ, ഒരു പ്രാവശ്യം കൃഷിയിൽ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. നാൽക്കാലികളെ പൊതുവേ ഒരു കച്ചവടാടിസ്ഥാനത്തിൽ വളർത്തുകയാണെങ്കിൽ അതിനും നമ്മൾ അതിൻ്റെ കണക്കനുസരിച്ച് ആടിനും ഓരോ മൃഗത്തിനും അതിൻ്റേതായ തോതുകൾ അനുസരിച്ച് കൊടുക്കണം. അപ്പോൾ വെറുതെ ഒന്ന് കണക്കൂട്ടി നോക്കുക, എൻ്റെ ശമ്പള പ്രകാരം എൻ്റെ ചിലവ് കഴിച്ചിട്ട് എനിക്ക് എത്ര അവശേഷിക്കുന്നുണ്ട്, നമ്മുടെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഏകദേശം ഒരു 40,000 രൂപ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു 2.5% എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സംഖ്യയാണ്. നമ്മുടെ മൊത്തം സമ്പത്ത് നിശ്ചിതമായി പോകും. വല്ലതിനെ യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം. നേർക്ക് നേരെ അള്ളാഹു നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്ത ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ സമ്പത്ത് ചെലവഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ നല്ല സർപ്പങ്ങളായി അവൻ്റെ കഴുത്തിൽ ചുറ്റി അവൻ കൊടുക്കാത്ത സമ്പത്ത് അവൻ്റെ മുന്നിൽ വരും എന്ന് ഹദീസുകൾ കാണാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. അതിനെ പരിശോധിച്ച് ശരിയായ രൂപത്തിൽ അർഹരായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുമ്പോഴേ സക്കാത്ത് വീടുള്ളൂ.